ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരു പക്ഷേ യൂട്യൂബിലൊക്കെ കയറി സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടിരിക്കാനിടയുള്ള ഒരു കാര്യമാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം. ഒരു ടെലഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗെയിമാണിത്. ഈ ഗെയിം എന്ന് പറയുന്നത് ഇത് കുറേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന മുറയ്ക്ക് നമുക്ക് റിവാർഡ്സ് ആയിട്ട് അവരുടെ ആ ഒരു ഹാംസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു കോയിന് നമുക്ക് എയർ ഡ്രോപ്പായിട്ട് കിട്ടും. അത് ഏതെങ്കിലും എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ആകുമ്പോൾ അത് നമുക്ക് ട്രേഡ് ചെയ്ത് നമുക്കത് ക്യാഷാക്കി മാറ്റാം. അങ്ങനെയാണ് അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസിയാണ്. ഇത്തരം ടെലഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇതുപോലത്തെ ഗെയിമുകളുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ ഒരുപാടായിട്ട് വരാൻ തുടങ്ങിയത്. ടെലഗ്രാമിൻ്റെ ഓൺ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ടോൺ എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. അപ്പോൾ അത് ടോൺ ബ്ലോക്ക് ചെയിനിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ആ ടോൺ നെറ്റ്വർക്കിൽ തന്നെ അവർ ടാപ്പ് ടു ഏൺ ഗെയിമായിട്ട് ഇറക്കിയ ആദ്യത്തെ ഒരു കോയിനാണ് നോട്ട് കോയിൻ എന്ന് പറയുന്നത്. ആ നോട്ട് കോയിൻ ഇറങ്ങിയ സമയത്ത് ആൾക്കാർ അത് വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് മൊബൈലിൽ ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ കോയിൻ കിട്ടുമോ, റിവാർഡായിട്ട് എയർ ഡ്രോപ്പായിട്ട് കോയിൻ കിട്ടുമോ എന്നൊക്കെയുള്ള ഒരു സന്ദേഹം എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്നാൽ അത് എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അത് ലിസ്റ്റായി. എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റായപ്പോൾ അത് ആൾക്കാർക്ക് മനസ്സിലായി ഇത് വെറുതെ അല്ല. അതങ്ങനെ ലിസ്റ്റായപ്പോൾ അത് ചെയ്ത ആൾക്കാർക്ക് വളരെ വലിയ ബെനിഫിറ്റാണ് ഉണ്ടായത്. അതായത് അതിന് കൃത്യമായിട്ട് അതിൻ്റെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു നോട്ട് കോയിന് നേടിയ ആൾക്കാർക്ക് വളരെ വലിയ പ്രോഫിറ്റ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അത് ചെയ്യാതിരുന്ന ആൾക്കാർക്ക് വലിയ നിരാശയായി. ഞങ്ങളിത് ചെയ്തില്ലല്ലോ, ഞങ്ങളിത് ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഞങ്ങൾക്ക് നേടാൻ കഴിയുമായിരുന്നല്ലോ, വലിയ ക്വാണ്ടിറ്റി ഉള്ള കോയിൻ ഇതുപോലെ കിട്ടും, എയർ ഡ്രോപ്പായിട്ട് കിട്ടി, ഞങ്ങൾക്കും അത് വിറ്റ് കാശാക്കാമായിരുന്നുവല്ലോ എന്ന് ആൾക്കാർ വിചാരിച്ചു. അതിനുശേഷം വീണ്ടും ടെലഗ്രാം ബോട്ടായിട്ട് നോട്ട് കോയിനെ പോലെ തന്നെ അവർ ഇറക്കിയ ഒന്നാണ് ഡോഗ്സ് എന്ന് പറയുന്ന കോയിൻ. ആ ഡോഗ്സ് കോയിൻ അത് ഇങ്ങനെ ആ ഒരു ഗെയിമിൻ്റെ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനും കുറേ അധികം ഡോഗ്സ് കോയിന് നേടിയായിരുന്നു. എനിക്കും എയർ ഡ്രോപ്പായിട്ട് കിട്ടിയിരുന്നു ബിനാൻസിൽ. നമ്മൾ ഈ ടാപ്പ് ടു ഏൺ ഗെയിമുകൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചെയ്യുമ്പോൾ അതിൻ്റെ ടാസ്കുകളിലൊന്നായിട്ടുള്ള വാലറ്റ് കണക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ ഡെവലപ്പേഴ്സ് പറയുന്ന ഏത് എക്സ്ചേഞ്ചിലോ വാലറ്റിലേക്കാണോ നമ്മളത് കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഇവർ എയർ ഡ്രോപ്പ് ഇട്ട് തരും. അവർ എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റാകുന്ന തീയതിക്ക് നമ്മൾ ചെന്ന് നോക്കുകയാണെങ്കിൽ അത് ആ എക്സ്ചേഞ്ചുകാർ തന്നെ എയർ ഡ്രോപ്പ് ഏത് തീയതിക്കാണോ അത് ലിസ്റ്റ് ചെയ്യുന്നത് അതിന് മുന്നേ തന്നെ അത് അറിയിക്കും. അപ്പോൾ ആ ഒരു ടൈമും ഒക്കെ കൊടുത്തിരിക്കും, എത്ര മണിക്കാണ് അത് ലിസ്റ്റ് ആവുന്നത് അവർ കോയിൻ. അപ്പോഴത്തേക്ക് അവിടെ ട്രേഡ് അത് ആരംഭിച്ചിരിക്കും. ആ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സ്ചേഞ്ചിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കയറി നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്പോട്ട് വാലറ്റിലോ ഒക്കെ അതിൻ്റെ കോയിൻ വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത ചിലരെങ്കിലും ഉണ്ടാകും. അവർക്ക് വേണ്ടി പറയുകയാണ്, എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു ക്രിപ്റ്റോ കറൻസി പ്രോജക്റ്റ് ഒരു കമ്പനി പുതുതായിട്ട് ഈ ഒരു ക്രിപ്റ്റോ വേൾഡിലേക്ക് അവർ കൊണ്ടുവരുമ്പോൾ അവർ അതിന് മുന്നോടിയായിട്ട് നടത്തുന്ന ഒരു സംഭവമാണ് ഈ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു കോയിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഈ ഒരു കമ്മ്യൂണിറ്റി ബേസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയും ഒക്കെയാണ് ഒരു നിശ്ചിത കോയിനുകൾ അവർ എയർ ഡ്രോപ്പായിട്ട് കൊടുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കും. ആ ഒരു കോയിനാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതുപോലെ ടാപ്പ് ടു ഏൺ അങ്ങനെയൊക്കെയുള്ള ഗെയിമുകളൊക്കെ ആയിട്ട് അതിൽ ടാസ്കുകൾ കാര്യങ്ങളൊക്കെ തരും. അതൊക്കെ അതായത് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഫോളോ ചെയ്യുക, ട്വിറ്റർ, ടെലഗ്രാം, അതുപോലെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റി പേജുകൾ, ഇതൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ടാസ്കുകളായിട്ട് തരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവർക്ക് അതിൻ്റെ റിവാർഡായിട്ട് കൊടുക്കുന്നതാണ് ഈ എയർ ഡ്രോപ്പുകൾ. ഡോഗ്സൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആൾക്കാർക്ക് കുറച്ചുകൂടെ ഒരു ഇതിലൊരു വിശ്വാസമായി. ഈ ഡോഗ്സിന് മുന്നേ തന്നെ ഹാംസ്റ്റർ എന്ന് പറയുന്ന കോയിൻ ടെലഗ്രാം ബോട്ടായിട്ട് വന്നിരുന്നു. ആ ഒരു ഹാംസ്റ്ററിൻ്റെ ഒരു ലിസ്റ്റിംഗ് ഈ വരുന്ന 26-ാം തീയതി ബിനാൻസ് എന്ന് പറയുന്ന എക്സ്ചേഞ്ച് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അവരുടെ എക്സ്ചേഞ്ചിൽ അത് ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. ആ ഒരു കോയിൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ക്രിപ്റ്റോ ഇതിൽ മീം കോയിനായിട്ട് വന്ന
ഷിബ ഇനു കോയിൻ്റെ അതേ ഹൈപ്പ് ഇതിനും കിട്ടിയിരുന്നു. ഹാംസ്റ്റർ കോമ്പാറ്റ് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇത് ഇറങ്ങിയ ആ ഒരു സമയത്ത് ധാരാളമായിട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെയും പ്രചരിച്ചിരുന്നു. ഒരുപാട് പേര് ഈ മൊബൈലിൽ ഇങ്ങനെ വിരലുകൾ കൊണ്ട് മൊബൈലിൽ ഇങ്ങനെ സ്ക്രീനിൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കോയിൻ്റെ അളവ് വർദ്ധിക്കുന്നതും ഒക്കെ കാണാനായിട്ട് കഴിയും. അത്തരത്തിലുള്ള വീഡിയോസ് ധാരാളം യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലൊക്കെയും പ്രചരിച്ചിരുന്നു. ഇതുപോലെ ധാരാളം ടാപ്പ് ടു ഏൺ ഗെയിംസുകൾ പിന്നെയും ഇങ്ങനെ ചറപറ വന്നുകൊണ്ടിരുന്നു. അതിൽ ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പോഴിനി വരാനായിട്ട് പോവുകയാണ്. ഈ സെപ്റ്റംബറിൽ തന്നെ ഈ ഹാംസ്റ്ററിനോട് അനുബന്ധിച്ച് തന്നെ അല്ലെങ്കിൽ ഹാംസ്റ്ററിന് മുമ്പായിട്ട് തന്നെ കാറ്റിസം തുടങ്ങിയ ടെലഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ഗെയിമുകൾ അത് ഒക്കെ ലിസ്റ്റാകാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരം ഗെയിമുകളിൽ നിങ്ങളും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ ബൈബിറ്റ് അതുപോലെയൊക്കെയുള്ള ബിറ്റ്ഗെറ്റ് അതുപോലെയൊക്കെയുള്ള എക്സ്ചേഞ്ചുകളിലോ വാലറ്റുകളിലോ ഒക്കെ നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ ആ വാലറ്റ് അല്ലെങ്കിൽ ആ എക്സ്ചേഞ്ച് നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് തന്നെ അവർ അത് കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരും അതിൻ്റെ ഡിസ്റ്റിങ് ഡേറ്റിന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൻ്റെ വാലറ്റുമായിട്ട് തന്നെ കണക്ട് ചെയ്യാം. വേറെയും പ്ലേ സ്റ്റോറിൽ ടോൺ കീപ്പർ തുടങ്ങിയ വാലറ്റുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ലഭിക്കും. അതൊക്കെയും ടോൺ ഇക്കോസിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള വാലറ്റുകളാണ്. അപ്പം അത്തരം വാലറ്റുകൾ ഇതുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെലഗ്രാമിൻ്റെ തന്നെ വാലറ്റ് ടെലഗ്രാം ആപ്പിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. ആ ടെലഗ്രാമിൻ്റെ വാലറ്റ് ഇതുമായിട്ട് കണക്ട് ചെയ്താലും മതി. അതിലേക്ക് അവർ ആ കോയിൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് തരും അതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റിന്. പിന്നീട് ഈ കോയിനുകളുടെ ട്രേഡ് നടക്കുമ്പോൾ ഏത് എക്സ്ചേഞ്ചിലാണോ നിങ്ങളുടെ ഈ ഒരു എയർ ഡ്രോപ്പ് കിട്ടിയ കോയിനുള്ളത് അതിൻ്റെ വില വർദ്ധിക്കുന്ന സമയത്ത് അതൊരു 10x 20x 30x 100x ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് എവിടെ വെച്ചാണോ നിങ്ങൾക്ക് പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആവേണ്ട ആ ഒരു ഇത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അപ്പോഴും തന്നെ അത് വിറ്റ് അവിടെ എക്സിറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇന്നത്തെ കാലത്ത് ക്രിപ്റ്റോ കറൻസി അത്തരം കാര്യങ്ങളിലേക്ക് ആൾക്കാർ വരാനായിട്ട് ഒരുപാട് മടിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. ഒരുപാട് സ്കാം പ്രോജക്റ്റുകളൊക്കെ ഇറങ്ങാറുണ്ട്. പക്ഷേ നമുക്ക് റിസ്ക് എടുക്കാതെ ഒരു കാര്യങ്ങളും നമുക്ക് നേടാനായിട്ട് കഴിയത്തില്ല. അതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു കാര്യത്തിലാണെങ്കിൽ നമുക്ക് വേറെ നമ്മൾ പൈസ ചിലവൊന്നുമില്ല. ആ കൂടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടൈമാണ്. നമ്മുടെ അല്പ ടൈം നമ്മൾ ഇതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിവാർഡ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിന് ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു ടെലഗ്രാമിൻ്റെ അക്കൗണ്ടാണ്. ടെലഗ്രാമിൻ്റെ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഒരു ടെലഗ്രാമിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടെക്നോളജി ഇങ്ങനെ മാറി വരികയാണ്. ടെക്നോളജി മാറുന്നതിനനുസരിച്ച് അതിനോടൊപ്പം നമ്മൾ നീങ്ങുകയാണെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ടാകും. ക്രിപ്റ്റോകളുടെ പേരിൽ ധാരാളം തട്ടിപ്പുകൾ നടക്കുന്നത് കൊണ്ട് ആൾക്കാർക്ക് ഈ ക്രിപ്റ്റോ എന്ന് പറയുമ്പോൾ ഒരു ചൂതാട്ടം അല്ലെങ്കിൽ എന്താ പറയുന്ന പൈസ പോകുന്ന കാര്യം എന്നൊക്കെയുള്ള ചിന്താഗതിയാണ്. അതൊക്കെ മാറണം. ഇനി അങ്ങോട്ട് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസികളുടെ യുഗമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു മാറിയ കാലഘട്ടത്തിൽ മാറി ചിന്തിക്കണം. ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാനലിൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഒരു ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ചാനലായതുകൊണ്ട് തന്നെയാണ്. ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു ക്രിപ്റ്റോ കറൻസി അതുപോലുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനലിൽ ഈ ഒരു കാര്യം പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തുടർന്നും ഇത്തരം പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ്. ഇതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരാം. തുടർന്നും ഇത്തരം പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോസ് ലഭിക്കേണ്ടതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ തുടർന്ന് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.